വെച്ചിട്ടുണ്ടാകും. പക്ഷേ വിൽ ബി ലൈക്ക് സാരമില്ല പോട്ടെ. പക്ഷേ ഈ ഡിസംബറിന് മുമ്പാണ് ഈ മാസീവ് അടി നടക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഹാസ് ഓൾവേസ് ബിൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ് അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ. അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറിയും കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് എ ഹോം നഴ്സ്. അതില്ലാതെ അപ്പൂപ്പന് പറ്റില്ലായിരുന്നു. കാരണം അപ്പൂപ്പന് ഷുഗർ ഉള്ളതുകൊണ്ട് ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. ആൻഡ് അപ്പൂപ്പന് ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പൂപ്പൻ നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു എന്ന്. പക്ഷേ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നഴ്സ് ഇല്ലാതെ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ മറ്റേ എന്താണ് ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ കിടക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടും അവർ റിവൈവ് ചെയ്തെടുത്തിട്ട് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പൂപ്പൻ ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് എ ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ നെയിം ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് എ ഗൈഡ്. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സ്